ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങൾ ആരും പിരിയണ്ട. ഗാഥ എവിടെ പോകുന്നു? അല്ല, ഞാനേ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതാ. ഇന്നിപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. അവരെ തിരിച്ചു വിളിക്കണം. എന്തിന്? ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടും മതിയല്ലേ കാതോ തനിക്ക്? തിരിച്ചു വിളിച്ച് കൂടെ നിർത്താനായിട്ട് എന്ത് യോഗ്യത അവർക്കുള്ളത്? നവീൻ, യോഗ്യതയും യോഗ്യതക്കുറവും ഒക്കെ അവിടെ നിൽക്കട്ടെ. കീർത്തി എന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ലേ? അവളെയും കൊണ്ട് ഈ പാതിരാത്രിയില് ആ അച്ഛനും അമ്മയും എവിടെ പോവും? കീർത്തി അത്ര അഹമ്മതി പിടിച്ച പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അമ്മായി പറയുന്നതൊക്കെ അവള് കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. അല്ലാതെ അവളുടെ ഉള്ളില് അമ്മായിയുടെ അത്ര പകയൊന്നുമില്ല. എടോ, അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടെ ഒരു തീരുമാനം എടുത്തു. അത് താനായിട്ട് ഇനി ചോദ്യം ചെയ്യണ്ട. ഇതൊന്നും ഞാനായിട്ട് ചോദ്യം ചെയ്യുന്നതൊന്നുമല്ല. ഞാനായിട്ട് കൈകൂപ്പി അപേക്ഷിക്ക. ഒരവസരം കൂടി അവർക്ക് കൊടുക്കൂ, എനിക്ക് വേണ്ടിയിട്ട്. എന്താ നന്ദ വേണ്ടത്? അച്ഛാ, അച്ഛന്റെ സ്വന്തം പെങ്ങളല്ലേ? മനസ്സ് തിരുത്തി അവരകത്തേക്ക് കയറിയാലോ? അതെ അമ്മേ, ഒന്ന് സമ്മതിക്കമ്മേ. നവീൻ, കാതമോൾ ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഈ കുടുംബത്തിന് വേണ്ടി വ്രതമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി ആ വ്രതത്തിനിടയിൽ ആവശ്യപ്പെട്ടൊരു കാര്യം. അങ്ങനെയാ ഞാനിതിനെ കാണുന്നേ. ആരാന്ന് വെച്ചാല് പോയി അവരെ വിളിച്ചോണ്ട് വാ. ശരി, ഞാൻ തന്നെ പോയി വിളിച്ചോണ്ട് വരാം മുത്തശ്ശി. എന്താ, ഇനി എന്തെങ്കിലും കണക്ക് പറയാനുണ്ടോ? അമ്മായി പേടിക്കണ്ട, ഞാൻ കണക്ക് പറയാനൊന്നും വന്നതല്ല. നിങ്ങളെ തിരിച്ചു വിളിക്കാൻ വന്നതാ. നിങ്ങൾ പുറത്തു പോണെന്നായിരുന്നു എല്ലാവരുടെയും താല്പര്യം. പിന്നെ ഞാനിത് എല്ലാവരോടും പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതെ, നിങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ കളരിക്കൽ തറവാടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഞാൻ കാരണം അതൊന്നും ഇല്ലാതാവരുത്. ഞാൻ ഇവിടേക്ക് കയറി വന്നത് നവീന്റെ ഭാര്യയായിട്ടാ. ഒരു ഭാര്യയുടെ സ്വാതന്ത്ര്യം ഞാൻ നവീനോട് കാണിക്കുമല്ലോ. അതിന് കീർത്തിക്ക് മനസ്സിലൊന്നും തോന്നിയിട്ട് കാര്യമില്ല. പിന്നെ കീർത്തി നവീൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയത് നടക്കില്ലല്ലോ. അതൊന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിയ ആ പ്രശ്നം തീരില്ലേ? അച്ഛനും അമ്മയെ കാണിച്ചു കൂട്ടുന്നതൊക്കെ കീർത്തിക്ക് വേണ്ടിയിട്ടല്ലേ? തനിക്കിവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മായി, ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങൾ ആരും പിരിയണ്ട. ഗാഥ എവിടെ പോകുന്നു? അല്ല, ഞാനേ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതാ.
ഉം. ആ, അവരാരും ഒന്നും പറയില്ല. നിങ്ങൾ വാ, വരണേ, വാ. എന്താ മോളെ, നീ വിളിച്ചിട്ട് അവര് വന്നില്ലേ? നിർമ്മലേ, അകത്തേക്ക് പോവല്ലേ? വേറെന്താ അമ്മ ആലോചിക്കാനുള്ളേ? ചെന്ന് കയറി കഴിഞ്ഞാ അപ്പൊ തന്നെ തുടങ്ങുക എല്ലാവരുടെയും ഉപദേശവും ഭീഷണിയൊക്കെ. ഭീഷണിപ്പെടുത്തിയാ നീ അങ്ങ് സഹിച്ചോളണം. മോളെ, നീ വന്നടി, ഞാൻ പോവാ. ഹ്. ആ. അല്ല, എല്ലാരും പോവാണെങ്കി പിന്നെ നമ്മളെന്തിനാ മടിക്കുന്നേ? നീ വാ. പിന്നെ ഗാഥമോള് വിളിച്ചാ വരാതിരിക്കാൻ പറ്റൂല. ഞാൻ നിർമ്മലയോട് പറഞ്ഞു, വേറെ ആരെയും പോലെ അല്ല ഗാഥമോള്. ഗാഥമോള് എന്തെങ്കിലും പറഞ്ഞാ മിണ്ടാതെ നിന്നങ്ങ് അനുസരിക്കണമെന്ന്. ഉദയ, കൂടുതൽ വാചം അടിക്കാനൊന്നും നിക്കണ്ട. എന്താടി, നീ അവിടെ തന്നെ നിൽക്കുവാണോ? ഇങ്ങോട്ട് വരുന്നില്ലേ? കുറച്ചു മുമ്പ് വരെ നിങ്ങൾ ദ്രോഹിക്കാനും പുകച്ചു പുറത്തു ചാടിക്കാനും നോക്കിയതാ ഗാഥമോളെ. എന്നിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഗാഥമോളാ. ഗാഥമോള് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇനി ഒരിക്കലും കളരിക്കൽ തറവാട്ടിൽ കാലുകുത്തില്ലായിരുന്നു.